ഓക്കെ, നമുക്ക് എക്സ്റ്റേണൽ ബോൾട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് പഠിക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ M24 എന്ന് തന്നു കഴിഞ്ഞാൽ അത് D24 ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ പേപ്പറിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് 2 ലൈൻ വരച്ചിടുക. ആ ലൈൻ വരച്ചിട്ടതിന് ശേഷം കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിടുക. കാരണം നമുക്ക് ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം ടോപ്പ് വ്യൂ വരയ്ക്കാനുള്ളതുകൊണ്ട് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിടുക. ദെൻ നമുക്ക് D24 ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 12ഉം ഇങ്ങോട്ട് 12ഉം മാർക്ക് ചെയ്യുക. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, M24 എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കണം, T24 ആയിട്ട് എടുക്കണം, ഡയമീറ്റർ 24 ആയിട്ട് എടുക്കണം. എടുത്തതിന് ശേഷം ഇനി ഇവിടെ നിന്ന് ബോൾട്ടിൻ്റെ ലെങ്ത്ത് വരയ്ക്കുകയാണ്. അത് നമുക്കറിയാം 4 to 10D വരെ നമുക്ക് എടുക്കാം. അത് എന്നിട്ട് ജോയിൻ ചെയ്യുക. ദെൻ ഒരു 45 ഡിഗ്രിയിൽ 2 mm മാറിയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അടുത്തത് ത്രെഡ് ലെങ്ത്ത് 2.05D ആണ് ടോട്ടൽ ത്രെഡ് ലെങ്ത്ത് വരുന്നത്. അത് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നമുക്കറിയാം 2 ലൈൻ കാണിക്കുന്നൊന്നുമില്ല, ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും. ഇവിടെ നമ്മൾ ബോൾട്ടിനാണെങ്കിൽ ഹെഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0.8D ആണ്. അപ്പോൾ ആ 0.8D എടുത്തിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്തിടുക. ഇനി ഹെഡിൻ്റെ ടോട്ടൽ വിഡ്ത്ത് അക്രോസ് കോർണർ എന്ന് പറഞ്ഞാൽ എന്താ, 2D ആണ്. 2D അപ്പോൾ എത്ര വരും, 24ൻ്റെ 2D എന്ന് പറയുമ്പോൾ 48 ടോട്ടൽ ഡിസ്റ്റൻസ് വരും. അപ്പോൾ ഇത് D ആണെങ്കിൽ അതിൻ്റെ ഹാഫ് D മുകളിലേക്കും ഹാഫ് D താഴോട്ടും വരച്ചിട്ട് മാർക്ക് ചെയ്തിടുക. ദെൻ ഒരു ലൈൻ 0.8D മാർക്ക് ചെയ്തു. അതിലൂടെ 2 mm മാറിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അത് റഫ് സ്കെച്ച് ചെയ്താലും മതി, ഇല്ലെങ്കിൽ പ്രോ സർക്കിൾ ഉപയോഗിച്ചിട്ട് വരച്ചാലും മതി. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്ത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കഴിഞ്ഞു. ഇനി ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും, 2 വശമേ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ. ഇവിടെ 3 ഫേസ് കണ്ടെങ്കിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 2 ഫേസേ കാണുള്ളൂ, കാരണം അത് എക്സ്റ്റേണൽ നട്ടായതുകൊണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.732D ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. അതിനെ എന്ത് ചെയ്യുക, നേർ പകുതിയാക്കി കഴിഞ്ഞാൽ ഈ ലൈൻ, ഇവിടെ വരച്ച ലൈനിനെ നേർ പകുതിയാക്കി കഴിഞ്ഞാൽ ഇനി ആ പകുതിയാക്കി എന്ത് ചെയ്യുക, റഫായിട്ട് 2 ആർക്ക് വരച്ചിട്ട് കഴിഞ്ഞാൽ ടോപ്പ് എന്നുള്ള വ്യൂ കിട്ടി. ഇനി ബോൾട്ടിൻ്റെ ലെങ്ത്ത് വരയ്ക്കണം. അത് മുകളിൽ നമ്മൾ ഫ്രണ്ട് വ്യൂവിന് വരച്ച അതേ ലെങ്ത്ത് തന്നെ ഇവിടെ സെയിം. മുകളിൽ ബോൾട്ടിന് വരച്ച അത് തന്നെ നേരെ താഴോട്ട് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ നമ്മുടെ വരച്ച് കഴിയും. ഇത് നേരത്തെ പറഞ്ഞ പോലെ 2 mm. ഇത് ത്രെഡ് ലെങ്ത്ത് എൻഡ് ചെയ്യുന്ന ഏരിയ ആണ്, 0.2D ആണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ വരച്ച 2 ലൈനും നമുക്കറിയാം ഇൻറ്റേർണൽ ത്രെഡിൻ്റെ ആണ്. അടുത്ത് നമുക്ക് അതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാം. അതായത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് നമ്മൾ റൈറ്റിൽ വരയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കണം നോക്കാം. ഇവിടെ വരയ്ക്കുന്ന ലൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് D തന്നെയാണ്. ഇവിടെ വരയ്ക്കുന്നത് D തന്നെയാണ്. ഇനി ഈ നടുവിൽ കാണുന്നത് 2D ആണ്. 2D നടുവിൽ വരയ്ക്കുക. 24 മുകളിലേക്ക് 24 മുകളിലേക്ക് താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ 2D ആയി. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. ഇനി അതിന് വേറെ എളുപ്പമാർഗം ഇവിടുന്ന് ഒരു ലൈൻ റഫായിട്ട് വരച്ചിട്ട് കഴിഞ്ഞാൽ ആ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റും നമുക്ക് കിട്ടും. ഇനി അത് ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. ഇനി ത്രെഡിൻ്റെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു എക്സ്റ്റൻഷൻ ലൈൻ എടുത്തിടുക, മുകളിലെടുത്തിടുക. ദെൻ ഇത് നമ്മൾ കോമ്പസ് കൊണ്ടാണ് വരയ്ക്കേണ്ടത്. ഞാനിപ്പോൾ കോമ്പസ് എടുത്തിട്ടില്ല, റഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 സർക്കിൾ വരും. കാരണം എന്താ, ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന റൂട്ടിലൂടെയുള്ള ത്രെഡും റൂട്ടിലൂടെ പോകുന്ന ലൈനും അതുപോലെ ക്രസ്റ്റിലൂടെ പോകുന്ന 2 ലൈനും എന്ത് ചെയ്യുക, ഇവിടെ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുക. ഉള്ളിലെ വട്ടം എന്ന് പറയുന്നത് 0.8D പുറത്ത് കാണുന്ന വട്ടം എന്ന് പറയുന്നത് എന്താ, 1D. അതായത് D തന്നെ എടുക്കുക. ഇതെന്ത് ചെയ്യുക, ഇതെല്ലാം ജോയിൻ ചെയ്തിടുക. ഇതും നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാവുന്നുള്ളൂ. 1.732Dയുടെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കിൾ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം ഡയമെൻഷൻ ചെയ്യാം.
2D ആണ് അതിൻ്റെ അളവ്. ദെൻ അതെന്ന് പറയുന്നത് 0.2 അതിനെ മെൻഷൻ ചെയ്യുക. 0.2D ആണ് അതിൻ്റെ അളവ് വരുന്നത്. 0.2D.